ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ വേക്കൻസിയെ പറ്റിയാണ്. 4-5 കാറ്റഗറിയിലുള്ള വേക്കൻസി ഉണ്ട്. അപ്പം ആ ഒരു വേക്കൻസിയെ പറ്റിയാണ് മിനിസ്റ്ററി അതിന്റെ ഒരു വെബ്സൈറ്റ് ആണ്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ മിനിസ്റ്ററി ഓഫ് ഡിഫൻസ് റിക്രൂട്ട്മെന്റ് ഓഫ് സിവിലിയൻ പേഴ്സണൽ ഇൻ ഇന്ത്യൻ നേവി 2025, റിക്രൂട്ട്മെന്റ് ഓഫ് ബോട്ട് സ്ക്രൂ സ്റ്റാഫ് ഇൻ ഇന്ത്യൻ നേവി, നോട്ടിഫിക്കേഷൻ നമ്പർ 1/2025 BCS. ഇവിടെ പറയുന്നുണ്ട്, ഇന്ത്യൻ നേവി ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ബോട്ട് സ്ക്രൂ സ്റ്റാഫ് ക്ലാസിഫൈഡ് ആസ് ഗ്രൂപ്പ് സിയുടെ ഒരു വേക്കൻസിയാണ് ഈ വന്നിരിക്കുന്നത്. നോൺ ഗസറ്റഡ്, നോൺ ഇൻഡസ്ട്രിയൽ ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ് ടു അപ്ലൈ ഓൺലൈൻ ത്രൂ ഇന്ത്യൻ നേവി വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യം ഈ നോട്ടിഫിക്കേഷനിൽ നോക്കി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ നല്ലവണ്ണം വായിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അപ്പം ഒരുപാട് കാര്യങ്ങൾ, ഇത് വെസ്റ്റേൺ നേവൽ കമാൻഡ് മുംബൈയിലേക്കാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. ഇവിടെ വേക്കൻസി എന്ന് പറയുന്നത്, ഇത് നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞത് റേഞ്ച് ഓഫ് ലാസ്കർ 1 ഫയർമാൻ ബോട്ട് സ്ക്രൂ ഉണ്ട്, പിന്നെ ലാസ്കർ 1 ഉണ്ട്, ഫയർമാൻ ബോട്ട് സ്ക്രൂ ഉണ്ട്, 2 പാസ് ഉണ്ട്. അപ്പം ഇത്രയും ആണ് ഇവിടെ വന്നിരിക്കുന്നത് വേക്കൻസി. അപ്പൊ ഇത്രയും വേക്കൻസികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിന്റെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ നോട്ടിഫിക്കേഷന്റെ ലിങ്കും അതുകൂടാതെ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഇന്ത്യൻ നേവിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇന്ത്യൻ നേവി ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പം എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, ഞാൻ എന്നും ഇത് കണക്കുള്ള, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ദുബായിയുടെ വേക്കൻസി, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ വേക്കൻസി, അത് കണക്ക് തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ചില റെപ്യൂട്ടഡ് കമ്പനി, അതായത് മൾട്ടിനാഷണൽ കമ്പനികളുടെ വേക്കൻസി, പിന്നെ ഗവൺമെന്റ് വേക്കൻസി, അതുപോലെ തന്നെ ഈ എയർഫോഴ്സിന്റെ, നേവിയുടെ ഒക്കെ വേക്കൻസി നിങ്ങൾക്ക് ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ വേക്കൻസികൾ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്കും ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് കാറ്റഗറി വൈസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയായിരിക്കണം, നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്തായിരിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ഫീസ് എന്താണ്, ഇതിന്റെ എക്സാം ഉണ്ട്, ആ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇന്ത്യൻ നേവി ഗ്രൂപ്പ് സി റിക്രൂട്ട്മെന്റ് 2025 നോട്ടിഫിക്കേഷൻ ഫോർ ബോട്ട് സ്ക്രൂ സ്റ്റാഫ് ആണ്. ഈ വരുന്ന കാറ്റഗറി വരുന്ന സ്റ്റാഫെല്ലാം ബോട്ട് സ്ക്രൂ സ്റ്റാഫ് എന്ന പേരിലാണ് വരുന്നത്. ഇന്ത്യൻ നേവി ഗ്രൂപ്പ് സി റിക്രൂട്ട്മെന്റ് 2025 നോട്ടിഫിക്കേഷൻ ഫോർ ബോട്ട് സ്ക്രൂ സ്റ്റാഫ് ആണ്. അപ്പൊ ഇതിനകത്ത് വരുന്ന ഈ വേക്കൻസികളെല്ലാം ബോട്ട് സ്ക്രൂ സ്റ്റാഫിന്റെ ഒരു കാറ്റഗറി വരുന്നതാണ്. ഇവിടെ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വായിക്കാം. നേവി ഗ്രൂപ്പ് സി റിക്രൂട്ട്മെന്റ് 2025, അപ്ലൈ ഫോർ നേവി ഗ്രൂപ്പ് സി വേക്കൻസി 20 ഓൺലൈൻ ഫോം. ആർ യു ലുക്കിംഗ് ആപ്ലിക്കേഷൻ ഫോം ഫോർ നേവി? ഈ ഫേസ് ദെൻ റീഡ് ദിസ് പേജ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ത്യൻ നേവിയുടെ തന്നെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഇമെയിൽ ഐ ഡി ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ആ കാര്യങ്ങൾ കൺഫേം ചെയ്യാം. അപ്പൊ അവര് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾ ഇത് ചെയ്യണം. നേവി ഗ്രൂപ്പ് സി റിക്രൂട്ട്മെന്റ് 2025 ഓവർവ്യൂ. ഓർഗനൈസേഷൻ ഇന്ത്യൻ നേവിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഗ്രൂപ്പ് സി ബോട്ട് സ്ക്രൂ സ്റ്റാഫിന്റെ കാറ്റഗറിയാണ്. നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്ന 327 പോസ്റ്റ് ആണ്. ലാസ്റ്റ് ഡേറ്റ് 1/4/25, ഏപ്രിൽ, അടുത്ത മാസം 1-ാം തീയതി. ഇതിന്റെ 1-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതുകൂടാതെ
ഇതിന്റെ ആക്ടിവിറ്റി ഏതെല്ലാം കാര്യങ്ങളാണ്? സ്റ്റാർട്ട് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ 12/3. ഇത് 12-ാം തീയതി തൊട്ട് സ്റ്റാർട്ടായി. നിങ്ങളും എത്രയും പെട്ടെന്ന് ഇത് അപ്ലൈ ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നോക്കി അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ എലിജിബിൾ ആണെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഈസിയാണ്. അതിന്റെ വെബ്സൈറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു. വെബ്സൈറ്റും അതിന്റെ ഇത് അപ്ലൈ ചെയ്യുവാനുള്ള വെബ്സൈറ്റും മറ്റുള്ള നോട്ടിഫിക്കേഷനും തന്നിട്ടുണ്ട്. ഇനി ഒരു പ്രത്യേക ഒരു ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, സാധാരണ നേവിയിൽ അല്ലെങ്കിൽ എയർഫോഴ്സിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഫീസ് നമ്മളോട് ചോദിക്കാറുണ്ട്, ആപ്ലിക്കേഷൻ ഫീസ്. പക്ഷെ ഇവിടെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് നില്ലാണ്. UR OBC EWS നില്ലാണ്. SC ST ECM നില്ലാണ്. പേയ്മെന്റ് മോഡ് നോട്ട് ആപ്ലിക്കബിൾ ആണ്. പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ട. ഏജ് ലിമിറ്റ് ആർട്സ് ഓൺ 1/4/25, അതായത് അടുത്ത മാസം ഏപ്രിൽ 1-ാം തീയതി നിങ്ങളുടെ ഏജ് മിനിമം ഏജ് 18 വയസ്സുണ്ടായിരിക്കണം. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 25 വയസ്സായിരിക്കണം. മിനിമം ഏജ് 18 വയസ്സ്, മാക്സിമം ഏജ് 25 വയസ്സാണ്. ഇത് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആസ് പെർ റൂൾ. ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നേവി ഗ്രൂപ്പ് C റിക്രൂട്ട്മെന്റ് 2025 വേക്കൻസി ഡീറ്റെയിൽ. പോസ്റ്റ് നെയിം സിറിഞ്ച് ജോബ് ലാസ്കർ 57, ലാസ്കർ 1 192 പോസ്റ്റ് ഉണ്ട്. ഫയർമാൻ ബോട്ട് സ്ക്രൂ 73 ഉണ്ട്. ടോപ്പാസ് 5 ഉണ്ട്. അപ്പൊ ഇത് ആൾ ഓവർ ഇന്ത്യ വേക്കൻസിയാണ്. നേവി ഗ്രൂപ്പ് C റിക്രൂട്ട്മെന്റ് 2025 എലിജിബിലിറ്റി സിറിഞ്ച് ജോബ് ലാസ്കർ. ഇത് ഓരോന്നിന്റെ നിങ്ങൾ ഒരു സംശയം തോന്നുന്നു നിങ്ങൾക്ക്, അതായത് 10-ാം ക്ലാസ്സുകാർക്കെല്ലാം യോജിച്ച ഒരു ഇതാണ്. ഇതിനെക്കാട്ടി 10-ാം ക്ലാസ്സിനെക്കാട്ടി കൂടുതൽ ഇവിടെ ഒന്നും ചോദിക്കുന്നില്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ 10-ാം ക്ലാസ് മാത്രമേ എല്ലാ പോസ്റ്റിനും ചോദിക്കുന്നുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് സിറിഞ്ച് ജോബ് ലാസ്കർ ഇതിന്റെ എന്താ 10th പാസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബോർഡ്. ഫ്രഞ്ച് സർട്ടിഫിക്കറ്റ് ഗ്രാൻഡഡ് അണ്ടർ ഇൻലാൻഡ് ബെസൽ ആക്ട് 190. ഇത് നിങ്ങൾ വായിച്ചു നോക്കണം. അതിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾക്ക് വേണം. 2 year എക്സ്പീരിയൻസ് വേണം ഈ ഒരു കാര്യത്തിന്. അതായത് ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ സിറിഞ്ച് ജോബ് ലാസ്കർ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ ഇതിന് എലിജിബിൾ ആണോ. ഇനി അടുത്തത് ലാസ്കർ 1. ഇതിനും 10-ാം ക്ലാസ് പാസ്സായാൽ മതി. നോളേജ് ഓഫ് സ്വിമ്മിങ് നിങ്ങൾക്ക് പത അറിയാവുന്നവരായിരിക്കണം. 1 year എക്സ്പീരിയൻസ്. രജിസ്റ്റേർഡ് ബെസലിൽ നിങ്ങൾ ഏതെങ്കിലും, അതായത് ഇത് മർച്ചന്റ് നേവി വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണുവടച്ച് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. മർച്ചന്റ് നേവി ഞാൻ എൻ്റെ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, മർച്ചന്റ് നേവിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന്. അപ്പം ഇതിൽ ചോദിക്കുന്ന സർട്ടിഫിക്കറ്റിനെ പറ്റി അവിടെയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്, ആ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ആ മർച്ചന്റ് നേവിയുടെ ഒരു വേക്കൻസിയുടെ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കാണുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇവർ പറയുന്ന ഈ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞ ഒരുപാട് സമയമെടുക്കും അതിന്റെ. ഇനി ഫയർമാനും 10-ാം ക്ലാസ് പാസ്സായ മതി. നോളേജ് ഓഫ് സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം. സർട്ടിഫിക്കറ്റ് ഓഫ് ഹാവിങ് കംപ്ലീറ്റഡ് പ്രീ-സി ട്രെയിനിങ് കോഴ്സസിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ഇതിനകത്ത് എലിജിബിൾ ആണോ എന്ന്. ഇത് 2 പാസിന്റെ 10th പാസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനും 10-ാം ക്ലാസ് മതി. നോളേജ് ഓഫ് സ്വിമ്മിങ് മതി. അപ്പം ഈ ഒരു കാര്യം എല്ലാവർക്കും ബാധകമാണ്. ബാക്കിയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില സർട്ടിഫിക്കറ്റുകൾ വേണമെന്ന് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞിട്ട് ചില സർട്ടിഫിക്കറ്റുകൾ, അതായത് മർച്ചന്റ് നേവിയിലേക്ക് അല്ലെങ്കിൽ നേവിയിൽ ജോയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ആ സർട്ടിഫിക്കറ്റിന്റെ ഒരു കാര്യമുണ്ട്. അതുള്ളവർ തീർച്ചയായിട്ടും ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. ഇനി എക്സാം ഉണ്ട്. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് അത് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുണ്ട്. ഞാനിവിടെ കൂടുതലായിട്ട് അതിനെ പറയുന്നില്ല. ജനറൽ ഇന്റലിജൻസ്, റീസണിങ് 40. അപ്പം 2 പാസിന് വേണ്ടിയിട്ട് 40 മാർക്ക് വേണം, മറ്റുള്ളവർക്ക് 20 മതി. അതിന്റെ കണക്ക് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ എത്ര മാർക്ക്? 40, 20. ജനറൽ അവയർനെസ് 20, 10. നോളേജ് ഇൻ റിലവന്റ് ഫീൽഡ് 50. ടോട്ടൽ 100 മാർക്ക് വേണം. ഇനി ഇതിനെപ്പറ്റി ഓരോ കാര്യങ്ങളും ജനറൽ ഇന്റലിജൻസ്, റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ആ ടെസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷനിലുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾ നല്ലവണ്ണം പഠിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ പഠിച്ച് അതിനെപ്പറ്റി നോട്ടിഫിക്കേഷൻ വായിച്ച് അതിനെപ്പറ്റി നല്ലപോലെ അതിൻ്റെ നോളേജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് മാത്രം നിങ്ങൾ ഏതെങ്കിലും ഒരു പോസ്റ്റിന് എലിജിബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക. കാര്യം ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇന്ത്യൻ നേവിയുടെയൊക്കെ വേക്കൻസി
വരുമ്പോൾ നമ്മൾ കൂടുതലും അറിയാറില്ല. അപ്പം ഇത് നിങ്ങൾക്ക് ഉള്ള ഒരു അറിവിലേക്കാണ് ഞാൻ ഇടുന്നത്. കാര്യം നിങ്ങൾ ഇതിനകത്ത് ഒരു 100 പേര് കാണുന്നവരിൽ 10 പേരെങ്കിലും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കും. അവരുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് കാണും. മർച്ചന്റ് നേവി ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ലക്കി ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഇങ്ങോട്ടൊന്ന് ചേഞ്ച് ചെയ്യുവാൻ വേണ്ടിയിട്ട്, ഇന്ത്യൻ നേവിയിലേക്ക് വരുവാൻ വേണ്ടിയിട്ട്. അപ്പൊ അപ്ലൈ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ലിങ്ക് ഇവിടെ ഉണ്ട്, നോട്ടിഫിക്കേഷൻ ലിങ്കും ഉണ്ട്. അപ്പം ഓക്കെ, നിങ്ങൾ എല്ലാവരും ഈ ഒരു നിങ്ങൾ ഇത് നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ മൊത്തം വായിച്ചു നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക്, ആൾ ഓഫ് യു.